മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു 20 വയസ്സുകാരൻ സ്വന്തം അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3ാം വർഷ BSc വിദ്യാർത്ഥിയായ നിതീഷാണ് അമ്മ പത്മ, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സഹോദരൻ സഞ്ജയ് എന്നിവരെ രാത്രി ഉറങ്ങിക്കിടക്കവേ കഴുത്തറുത്തു കൊല ചെയ്തത്. കൊലയിലേക്ക് നയിച്ച കാരണം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാട്ടുകാരും പോലീസും. അനുജൻ അനാഥനാകരുത് എന്ന് കരുതിയാണ് അനുജനെയും കൊന്നത് എന്നാണ് നിതീഷ് പറയുന്നത്. നിതീഷിന്റെ പിതാവ് വിദേശത്ത് ക്രെയിൻ ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കവെയാണ് നിതീഷ് കൃത്യം നടത്തിയത്. കൊലയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക് ചാക്കിലാക്കി അടുക്കളയിൽ ഉപേക്ഷിച്ച ശേഷം നിതീഷ് രക്ഷപ്പെടുകയായിരുന്നു. വീട് വിട്ടുപോയ നിതീഷ് അടുത്ത ദിവസം ബന്ധുവായ മഹാലക്ഷ്മിയുടെ മൊബൈലിലേക്ക് സംഭവത്തെക്കുറിച്ച് മെസ്സേജ് അയക്കുകയായിരുന്നു. വീടിന് സമീപത്തായി താക്കോൽ വെച്ചിട്ടുണ്ടെന്നും വേഗം അവിടെ പോയി നോക്കണമെന്നുമായിരുന്നു മെസ്സേജ്. എന്നാൽ ആ മെസ്സേജ് ഒരു ദിവസം വൈകിയാണ് മഹാലക്ഷ്മി കാണുന്നത്. മെസ്സേജ് കണ്ട ശേഷം മഹാലക്ഷ്മി വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് നിലത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് അടുക്കളയിൽ പത്മയുടെയും സഞ്ജയുടെയും മൃതദേഹങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഉടൻ തന്നെ ബന്ധുക്കളെയും പോലീസിനെയും വിവരം അറിയിച്ചു. പിന്നീട് മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് നിതീഷിനെ തിരുവോത്രയൂരിലെ ബീച്ചിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. തുടർന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ച ആ ഞെട്ടിക്കുന്ന സത്യം പുറംലോകം അറിയുന്നത്. അമ്മയോടുള്ള പക കാരണമാണ് താൻ ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് നിതീഷ് പറയുന്നത്. സെമസ്റ്റർ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് അമ്മ നിരന്തരം തന്നോട് വഴക്കു പറയാറുണ്ടെന്നും നിതീഷ് പറഞ്ഞു. കൂടാതെ അമ്മയുടെ കർക്കശ സ്വഭാവവും തന്നെ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചു എന്നും ആ 20 വയസ്സുകാരൻ പറയുന്നു. അമ്മയുടെ മരണത്തോടെ അനുജൻ അനാഥനാകുമെന്ന് കരുതിയാണ് അവനെയും കൊലപ്പെടുത്തിയത് എന്നാണ് നിതീഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൃത്യത്തിന് ശേഷം കടലിൽ ചാടിയോ ട്രെയിനിന് മുന്നിൽ തലവെച്ചോ ജീവനൊടുക്കാനായിരുന്നു ആലോചിച്ചിരുന്നത്. എന്നാൽ അടുത്ത ദിവസം കൊലപാതകത്തെക്കുറിച്ച് പത്രത്തിലൊന്നും വാർത്ത കാണാഞ്ഞതിനെ തുടർന്ന് ആ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്നാണ് മഹാലക്ഷ്മിക്ക് മെസ്സേജ് അയക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുവോത്രയൂരിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത്. 2 മാസം മുൻപ് നിതീഷ് വീട് വിട്ടു പോയിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നിർബന്ധിച്ചതോടെയാണ് തിരികെ വീട്ടിലേക്ക് എത്തിയത്. പിന്നാലെ ഒരു നാടിനെ തന്നെ ഞെട്ടിക്കുന്ന ക്രൂര കൊലപാതകവും നടന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.